ട്രിപ്പിൾ ഓം ശാന്തി. ബാബ പറയുന്ന കാര്യമാണ്, ബ്രാഹ്മണരെ മാല കോർക്കാൻ കഴിയില്ല. ഭയങ്കര വിശേഷമായിട്ടുള്ളൊരു പദം തന്നെയാണ്. അത് നന്നായിട്ട് ചിന്തിക്കണം. ബ്രാഹ്മണരുടെ മാല എവിടെ കോർക്കുക? ബ്രഹ്മാവിന്റെ കഴുത്തിലോ, അതോ വിഷ്ണുവിന്റെ കഴുത്തിലോ, അതോ ശങ്കരന്റെ കഴുത്തിലോ? നല്ലവണ്ണം ചിന്തിക്കണം. പിന്നെ ബാബ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ് 108ന്റെ മാല. 108ന്റെ മാല എന്ന് പറഞ്ഞാൽ 108 ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ബാബ ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു, 108ന്റെ നിരവധി മാലകൾ കോർക്കാരോ. ഒന്നല്ല, ഒരുപാട് 108ന്റെ മാല കോർത്തണിയാലോ. ആരിലാണ് അത് അണിയുന്നത്? 108 മാല ആരിലാണ് അണിയുന്നത്? നല്ലവണ്ണം ചിന്തിക്കണം. ബ്രഹ്മാവിലാണോ, വിഷ്ണുവിലാണോ, അതോ ശങ്കരനിലാണോ? നല്ലവണ്ണം ചിന്തിക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 3 പുരികൾ, സൂക്ഷ്മവതനത്തിലെ 3 പുരികൾ, ബ്രഹ്മപുരി, വിഷ്ണുപുരി, ശങ്കർപുരി. ഈ 3 പുരികളിലും 3 വിധത്തില് 3 ദേവതാരൂപങ്ങളുണ്ട്. 3 ദേവതാരൂപങ്ങൾ അനങ്ങാതെ നമ്മളിവിടെ കൊത്തിവെച്ച പോലെ ശില്പം പോലെ ഇരിക്കുകയല്ല, അനങ്ങും. ചലിക്കുന്ന വിധത്തിലുള്ള ബ്രഹ്മാവിന്റെ രൂപം ചലിക്കുന്നതാണ്, വിഷ്ണുവിന്റെ രൂപം ചലിക്കുന്നതാണ്, ശങ്കരന്റെ രൂപം ചലിക്കുന്നതാണ്. അതുകൊണ്ട് 3 പുരികളിലേക്കും പോവാനുള്ളൊരു കഴിവ് ഇപ്പം ഉണ്ടായാലും ആ പുരിയിലുള്ള 3 പുരിയിലെയും 3 രൂപങ്ങൾ, അതിന്റെ സമ്പൂർണ്ണ സ്ഥിതി, ഭക്തർക്ക് സാക്ഷാത്കാരം കൊടുക്കുന്ന സ്ഥിതി, രൂപം, അതിപ്പോ എത്രത്തോളം തയ്യാറായിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ എന്നത് നോക്കണം. ആദിയില് കുറെ പേർക്ക് അതിന്റെ സാക്ഷാത്കാരം കൊടുത്തിരുന്നു. ഏതാദിയില്? ജ്ഞാനത്തിന്റെ ആദിയില്. ജ്ഞാനം ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ സാക്ഷാത്കാരം കൊടുത്തിരുന്നു. ഇനി അവസാനത്തില് സാക്ഷാത്കാരം കൊടുക്കുകയും ചെയ്യും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഓരോരുത്തർക്കും ബ്രാഹ്മണ രൂപമുണ്ട്. ഓരോരുത്തർക്കും 33 ദേവതകൾക്കും ബ്രാഹ്മണ രൂപമുണ്ട്. ബ്രഹ്മാവ് തന്നെയാണ്, ഓരോരുത്തരും ബ്രഹ്മാവാണ്. പക്ഷെ ബ്രഹ്മാവ് വേറെയാണ്, ബാക്കിയുള്ളവരൊക്കെ ബ്രാഹ്മണരാണ്. ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ സൃഷ്ടിച്ച ബ്രാഹ്മണർ. ഓരോരുത്തരും പരിസ്ഥിതി ഉണ്ട് അവിടെ. അത് ഭക്തർക്കായാലും ശരി, അല്ലാത്ത ആളുകൾക്കായാലും ശരി, സാക്ഷാത്കാര രൂപത്തിൽ ലഭിക്കേണ്ടവർക്ക് അവരുടെ സാന്നിധ്യത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇനി വിഷ്ണു, ലക്ഷ്മി നാരായണന്റെ രാമസീതമാരുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രം, ഒരുപാട് ചിത്രങ്ങൾ അണിനിരന്ന് ധാരണാസ്വരൂപമായിരിക്കുന്ന ഒരു അവസ്ഥ, അതിന്റെ രൂപങ്ങൾ ചലിക്കുന്നത്. ലക്ഷ്മിയും നാരായണനും ചേർന്നിട്ട് വിഷ്ണു. അതേപോലെ തന്നെ ശങ്കരനും പാർവതിയും ചേർന്നിട്ടുള്ളതുണ്ട്. പിന്നെ ഭദ്രകാളിയും അതിന്റെ യുഗളും ചേർന്നിട്ടുള്ളതുണ്ട്. അതുപോലെ രാമനും സീതയും ചേർന്നിട്ടുണ്ട്. അതായത് യുഗിൾസ് അവിടെ
സത്യത്രേതായുഗത്തില് ഏത് രീതിയിലാണോ അതിന്റെ കറക്റ്റ് ടീമുകൾ ഒന്നിക്കും. അതിനെ ആസ്പദമാക്കിയിട്ട് ഉള്ള രൂപങ്ങൾ കൃത്യമായിട്ട് കൽപ്പകൽപ്പം എങ്ങനെയാണോ അവരൊന്നിക്കുന്നത് അവര് തന്നെ ഒന്നിക്കും. അത് സാഹചര്യങ്ങളാണ്. ഇപ്പൊ ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇരിക്കുന്നവരുണ്ടാവും, അവര് തന്നെ ആവണമെന്നില്ല ആ സ്ഥിതിയിലേക്ക്. ചിലപ്പോ അമ്മ മകളും ആയിരിക്കും. പവിത്രതയാണല്ലോ. ചിലപ്പോ അച്ഛനും ഭാര്യയും തന്നെ ആയിരിക്കാം പവിത്രതയില്. അച്ഛനും അമ്മയും തന്നെ ആയിരിക്കാം. ചിലത് അച്ഛനും മകളും ആയിരിക്കാം. ചിലത് അമ്മാവനും മരുമകളും ആയിരിക്കാം. ചിലത് ആങ്ങളെയും പെങ്ങളും ആയിരിക്കാം. ചിന്തിക്കേണ്ട വിഷയമായിട്ട് അവര് തമ്മിൽ ഒന്നിക്കുന്ന പവിത്രമായിട്ട് ഒന്നിക്കുന്ന ഒരു രൂപം. അവര് പക്ക സത്യയുഗത്തില് എങ്ങനെയായിരുന്നു ആ രൂപത്തില് അവര് ഡ്രാമ അനുസരണം പവിത്രമായി ജീവിച്ച് തെളിവ് കൊടുക്കുന്ന ഒരവസ്ഥ അതാണ് വിഷ്ണു. ഇവിടെ ബ്രഹ്മാവും അമ്മയും നോക്കണം. ഡ്രാമാനുസരണം ബ്രഹ്മാവിന്റെ ശരിക്കും മകളുടെ പ്രായമാണ് അന്ന് മമ്മയ്ക്ക്. ഒട്ടേറെ വഴികളൊക്കെ ബ്രഹ്മാവിന് കുറെ കേട്ടിട്ടുണ്ടെങ്കിലും അവരാണ് ശരിക്കും യുഗളായത്. അതേപോലെ ഇന്ന് പല സ്ഥലങ്ങളിലും ബ്രഹ്മകുമാരീസിന്റെ പല സ്ഥലങ്ങളിലും ബ്രഹ്മകുമാരീസിന്റെ ജീവിതം ജീവിച്ചു പോകുന്നവരുണ്ട്. അതല്ല അതിന്റെ ഓൺലൈൻ ക്ലാസ് മാത്രം കേട്ടുകൊണ്ട് പവിത്രമായിട്ട് ഒരു ജന്മം ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അതിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടാവാം, ചിലത് മകനും അച്ഛനായിരിക്കാം, ചിലത് അമ്മയും മകളും ആയിരിക്കാം, അല്ലെങ്കിൽ മകനായിരിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള അവര് പവിത്രതയുടെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ സ്ഥിതി കൊടുക്കുന്ന ആ ഒരു രൂപം അവസാനം വരെ അവസാനത്തിന്റെ ഇടയിൽ ചിലര് ശരീരം വിടാം. അപ്പൊ പോയില്ലേ, അത് വേറെ ഏതോ കർമ്മ കണക്കുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടാവും. അത് പോയി. ഭാര്യയും ഭർത്താവും ആയിരിക്കും. ചിലപ്പോൾ ഭാര്യ ശരീരം വിടും, ചിലപ്പോൾ ഭർത്താവ് ശരീരം വിടും. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് വീണ്ടും കുറച്ചുകൂടെ സമയം ശരീരം ഉണ്ടെന്ന് വെക്കുക. വിട്ടവര് പോയി പുതിയ ജന്മം എടുത്തു. അവർക്ക് പിന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആരിലാണോ എവിടെയാണോ കുറവുള്ളത് അതിനനുസരിച്ച് ഡ്രാമ അവരെ കൊണ്ടുപോകും. ശരീരം വേറെ പുതിയ സ്ഥലത്തേക്ക് കണക്ക് അവരുടെ എന്താണോ അവരുടെ സ്ഥിതി അതിനനുസരിച്ച് കൊണ്ടുപോകും. അപ്പോ ചിലപ്പോ ഒരു വീട്ടില് 4-5 ആളുകള് നല്ല ഗംഭീരമായ സേവനം നടക്കും. ബ്രഹ്മകുമാരീസ്, അവരിലൂടെയാണ് ആ നാട്ടില് ബ്രഹ്മകുമാരീസിനെ പറ്റി അറിഞ്ഞത് തന്നെ വയ്ക്കും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ അവരുടെ ഭാര്യ മരണപ്പെടും, അല്ലെങ്കിൽ അവിടുത്തെ ഭർത്താവ് മരണപ്പെടും, ശരീരം വിടും. എന്നിട്ട് പിന്നെ അവസാനം ഉണ്ടാവുക ചിലപ്പോൾ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അച്ഛനും മകളും, അല്ലെങ്കിൽ അമ്മയും മകളും, അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ മാത്രമായിരിക്കും അത് അവസാനം വരെ ഉണ്ടെങ്കിലും അവരാണ് യുഗൾസ്. പിന്നെ യുഗൾസ്. കാരണം അവര് പിന്നെ പവിത്രമായിട്ടുള്ള ജീവിതമാണ്. അവർക്ക് പിന്നെ വേറെ ചിന്തിക്കാനില്ല. പോയതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാതെ കുറച്ച് സമയം അവർ അതിൻ്റെതായ കാര്യങ്ങളും ആ ഒരു ബന്ധനമൊക്കെ ഉണ്ടെങ്കിലും ആ ആത്മാവ് ദൂരേക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാബയും അവരാത്മാവും അതിലാണ് പവിത്രത. അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുഗൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബന്ധനമില്ലാതാവും. അങ്ങനെയുള്ള സ്ഥിതി, ആ സ്റ്റേജാണ് നമുക്ക് സൂക്ഷ്മവതനത്തിൽ ബ്രഹ്മപുരി കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിലുള്ള സ്ഥിതി. അതാരും ആവാം, നമുക്കറിയാൻ കൂടില്ല. എനിക്കൊരു യുഗളുണ്ട്, അതെന്റെ ബന്ധത്തിലാണോ പുറത്തുനിന്നാണോ വേറെ എവിടുന്നെങ്കിലാണോ അതിന്റെ ഒരു സ്ഥിതി എത്തും. എന്റെ സ്ഥിതിക്ക് സമാനമായൊരു സ്ഥിതി അവർക്ക് എത്തണം. ഞാൻ ജ്ഞാനത്തെ ധാരണ ചെയ്ത് ഗുണങ്ങളെ ധാരണ ചെയ്ത് അത് സേവനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ആ രീതിയിലേക്കുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എനിക്ക് യുഗളാവാൻ പറ്റൂ, എൻ്റെ യുഗളാവാൻ പറ്റൂ. ഈ കൽപ്പകൽപ്പത്തെ ഇത്രയും സമ്പൂർണമായ ജ്ഞാനം എനിക്ക് എത്രത്തോളം മനസ്സിലായി, അതിലെത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, അതിലെത്രത്തോളം എന്താ പറയാ, എത്രത്തോളം ക്ലീൻ ആയിട്ടുള്ള അത്രയും രത്ന സമാനം ക്ലാരിറ്റി. സ്വർണ സമ്മാനം പോരാ, വെള്ളി സമ്മാനം പോരാ, രത്നസമാനം ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ രത്നസമാനം ക്ലാരിറ്റിയോടുകൂടി ജ്ഞാനം എടുത്ത് ധാരണ ചെയ്ത് സേവനം ചെയ്ത് അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമേ എനിക്ക് യുഗളായിട്ട് ആദിയിൽ വരാൻ പറ്റൂ. അതിന്റെ സമ്പൂർണ്ണ സ്ഥിതിയാണ് ഈ സൂക്ഷ്മവാദത്തില് കാണാൻ പറ്റുക, ഭക്തർക്ക് കാണാൻ പറ്റും. അത് എൻ്റെ അതേപോലെ തന്നെ ബ്രഹ്മാവിന്റെ ആണെങ്കിൽ ബ്രഹ്മാവും മമ്മ, അത് ബാബ കാണിച്ചു തന്നു. ബ്രഹ്മാവ് എവിടെ കിടക്കുന്നു, മമ്മ എവിടെ കിടക്കുന്നു. ബ്രഹ്മാവ് കൊണ്ടുവന്ന അതേ സമ്പത്ത് മമ്മ കൊണ്ടുവന്നോ? ഇല്ല. പക്ഷെ അവരാണ് യുഗിൾസ് എന്ന് കാണിച്ചു തന്നു. അപ്പൊ അതിന് കാരണം എന്താണ്? ജ്ഞാനം, യോഗം, ധാരണ, സേവനം. വേറൊന്നുമില്ല. ബ്രഹ്മാവ് 33 കോടിയോ എത്രയോ സമ്പത്ത് ബ്രഹ്മാവ് മരീസിലേക്ക് കൊണ്ടുവന്നു. മമ്മ അത്ര കൊണ്ടുവന്നോ? ഇല്ല. ബ്രഹ്മാവ് ഒരു കുടുംബജീവിതം സമ്പൂർണമായി കാണിച്ച് 4-5 കുട്ടികളും കാര്യങ്ങളും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ബ്രഹ്മകുമാരീസിലേക്ക് വന്നു. മമ്മ അതുപോലെ വന്നോ? ഇല്ല. നമ്മൾ ലൗകികമായിട്ടും അലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ബ്രഹ്മാവിന്റെ ജീവിതം സമ്പൂർണമായിട്ട് ബ്രഹ്മകുമാരീസിലേക്ക് സമർപ്പിച്ചു, പ്രായം കൊണ്ട് സന്യാസം. മമ്മ അതുപോലെയാണോ? അതേപോലെയല്ല. പക്ഷെ ബ്രഹ്മാവും മമ്മയാണ് ലക്ഷ്മിയും നാരായണനുമാണ്. അതായത് രാധയും സീതയായിട്ട് ഇവിടെ ജന്മം എടുത്തിട്ട് പിന്നീട് ലക്ഷ്മി നാരായണനാവും. അതെന്തുകൊണ്ട്? സൂക്ഷ്മമാണ്. സ്ഥൂലമായ കാര്യങ്ങളിൽ നിന്നും പോയി സൂക്ഷ്മത്തിലേക്ക് പോകും. മമ്മ ആദ്യ ശരീരം വിട്ടു, അസുഖം ക്യാൻസർ. ബ്രഹ്മാവ് 2ാമത് ശരീരം എടുത്തു, അസുഖം ഹാർട്ട് അറ്റാക്ക്. രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഈ ലൗകികത്തില് അവസാനത്തെ ജന്മം നോക്കുകയാണെങ്കിൽ തന്നെ അവരുടെ കാര്യത്തിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ബ്രഹ്മാവ് എപ്പോഴും സൂക്ഷ്മ ശരീരത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മമ്മ വീണ്ടും ജന്മം എടുക്കുന്നു. ആ സമയത്ത് തന്നെ ബാബ പറഞ്ഞിട്ടുണ്ട്, ഏതോ നിമിത്താത്മാക്കളിലൂടെ ബാബ പറഞ്ഞിട്ടുണ്ട് മമ്മ വീണ്ടും ജന്മം എടുക്കും. പിന്നീട് മമ്മ എവിടെയാവും ജന്മം എടുക്കുക, എങ്ങനെയാണ് ജന്മം എടുക്കുക എന്നീ കാര്യങ്ങളിലേക്ക് അവിടെ ജന്മെടുത്തു, ഇവിടെ ജന്മെടുത്തു, രാജാവായി, അങ്ങനെയായി, ഇങ്ങനെയായി, പല വിധത്തിലുള്ള കാര്യങ്ങൾ ബ്രഹ്മകുമാരീസിലെ പല പല സെക്ഷൻസ് സംസാരിക്കാൻ തുടങ്ങി. എന്തോ ആവട്ടെ. പക്ഷെ മമ്മയ്ക്ക് 2ാമത് ജന്മം എടുക്കേണ്ടി വന്നു. അതേപോലെ ഓരോ യുഗിൾസും, ചില യുഗിൾസ് ജന്മം അതാത് സ്ഥലങ്ങളിൽ കറക്റ്റായി, അങ്ങനെ തന്നെ അതാത് സ്ഥലങ്ങളിലുള്ള കർമ്മ കണക്കിന്റെ സെറ്റിൽമെന്റ് നടത്തിയിട്ട് അത് കൃത്യമായിട്ട് വീണ്ടും ആദിയില് ഒന്നില് ഒന്നിക്കുന്ന സമയം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു രൂപം. കൃഷ്ണനായിട്ട് ബ്രഹ്മാവ് ജന്മെടുക്കും. അതിന്റെ തൊട്ടടുത്ത് തന്നെ മമ്മ രാധയായിട്ട് ജന്മെടുക്കും. അങ്ങനല്ലേ? അന്ന് മുതലേ കൃഷ്ണനും രാധയും ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ജീവിക്കും. അങ്ങനല്ലേ? അങ്ങനുണ്ട്. അതുപോലെ എത്ര കൃഷ്ണന്മാര്, എത്ര രാധമാര്, 9 ലക്ഷം പേര്. 9 ലക്ഷം പേരുടെ യുഗൾസ് 4.5 ലക്ഷം ഒരേ സ്ഥലത്താണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഡ്രാമ വളരെ ഗുപ്തമാണ്. അപ്പൊ വിഷ്ണുവിന്റെ ഏകദേശം ഒരു രൂപം മനസ്സിലായില്ലേ? വിഷ്ണു രൂപങ്ങള്. പക്ഷെ അവര് ഒന്നില് ഈ 9 ലക്ഷം പേരും അവരുടെ യുഗൾസ് ആയിരിക്കും. യുഗൾസ് എന്ന് പറഞ്ഞാൽ പവിത്രമായിരിക്കും, സമ്പൂർണമായിരിക്കും, സ്നേഹം കൊണ്ട് ആറാടിയിരിക്കും,
സ്നേഹലീലകളുടെ സമ്പൂർണ്ണ സ്ഥിതി. അതാണ് ഈ 1-1-1. അതാണ് ഭക്തര് രാമസീതയായിട്ട് കാണിക്കുന്നത്, വിഷ്ണുവിന്റെ രൂപമായിട്ട് കാണിക്കുന്നത്, ശിവ പാർവതിയായി കാണിക്കുന്നത്, ശങ്കർ പാർവതി നമ്മൾ പറയുമ്പോൾ ശങ്കർ പാർവതി, ഇതൊക്കെ കാണിക്കുന്നത് യുഗൾസാണ്. ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാൻ ഭക്തര് കാണിക്കുന്ന ആ ഒരു രൂപത്തിന്റെ പ്രധാന ഉദ്ദേശം സത്യയുഗത്തിലെ 1-1-1. ഇവരുടെ സ്ഥിതി അതവര് കാണുന്നില്ല, അതാരും കാണുന്നില്ല. അത് ഈ സത്യയുഗത്തിൽ 1-1 വരുന്നവർ മാത്രം. ഈ ഭക്തര് എന്ന് പറയുമ്പോൾ 33 കോടിയിലുള്ളവരും വരുന്നുണ്ട്. കാരണം 9 ലക്ഷത്തിന്റെ ഭക്തരായിട്ട് വരും ബാക്കിയുള്ളവര്. 33 കോടി, അതായത് ബ്രഹ്മകുമാരീസിലുള്ളവരും ഇതിനെ നല്ല ഗംഭീരമായിട്ട് കാണിക്കും. പിന്നത്തതാണ് മാല. മാല 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 ഏതില് വേണമെങ്കിലും ഇടാന്ന്. ബാബ 108ന്റെ മാലയുടെ കാര്യം പറഞ്ഞു. എത്ര 108ന്റെ മാല വേണമെങ്കിലും തയ്യാറാക്കാലോ. എത്ര 108ന്റെ മാല വേണമെങ്കിലും തയ്യാറാക്കാലോ. ഒന്ന് ബ്രഹ്മാവും വിഷ്ണുവും, ബ്രഹ്മാവും മമ്മയും സമ്പൂർണമായിട്ടുള്ള ഒരു വിഷ്ണു രൂപം, അതിലൊരു 108ന്റെ മാല ഇട്ടൂടെ. ഇനി ലക്ഷ്മി നാരായണൻ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ കാറ്റഗറി വരുന്നുണ്ടല്ലോ. അതിലൊക്കെ ഓരോ 108ന്റെ മാല ഇട്ടൂടെ. ബാബ പറഞ്ഞ കുറേ കാര്യങ്ങൾ വളരെ ഗുപ്തമാണ്. തന്നെ ഞാനിപ്പോ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് എനിക്ക് ക്ലാരിറ്റി ആയിട്ട് വന്ന ഒന്നുമില്ല, എൻ്റെ ഒരു ചെറിയൊരു നിഗമനങ്ങൾ. ഇനി ശങ്കർപുരിയിലേക്ക് പോയാൽ ഒരു ശങ്കരനും ഒരു പാർവതി മാത്രമാണോ? ആയിരിക്കാം, ഒറ്റ ശങ്കരനായിരിക്കാം. പക്ഷെ ഒരു ശങ്കരനും പാർവതിയും മാത്രമാണോ പൂജ ലഭിക്കുന്നത്? എത്രയോ ശങ്കരന്മാരില്ലേ, അതിൽ വ്യത്യസ്തമായ കഥകളില്ല. ഇനി ശങ്കരൻ ഒന്നാണെങ്കിൽ തന്നെ ശങ്കരന് എത്ര ജന്മങ്ങൾ വരുന്നുണ്ടാവും, പാർവതിക്ക് എത്ര ജന്മങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ അവരൊന്നിരിക്കില്ലേ? അപ്പൊ അവിടെയും 108ന്റെ മാലകൾ ഇട്ടൂടെ. നല്ലവണ്ണം ചിന്തിക്കും. എനിക്കിത് വളരെ കൃത്യമായിട്ട് ബോധ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കില്ല. നല്ലവണ്ണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ആ ദിവ്യബുദ്ധി ഇങ്ങോട്ട് തുറക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അതുപോലെ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ ദിവ്യബുദ്ധി ശരിക്കും തുറക്കാൻ വേണ്ടിയിട്ട്, നല്ലവണ്ണം ചിന്തിക്കാൻ വേണ്ടി, ജ്ഞാനവും യോഗവും ധാരണയും സേവനവും ചെയ്യാൻ വേണ്ട ജ്ഞാനമദനം, പാലാഴി മദനം, അതിങ്ങനെ കടഞ്ഞെടുക്കാൻ വേണ്ടി രാവണന്മാർ ഒരു ഭാഗത്തേക്ക് വലിക്കും, രാമന്മാർ വേറൊരു ഭാഗത്തേക്ക്. ദേവ അസുര യുദ്ധം, ദേവന്മാർ ഇതിനു വേണ്ടി ഒരു ഭാഗത്തേക്ക് കടയും, രാവണൻ അസുരന്മാരും മറ്റൊരു ഭാഗത്തേക്ക് കടയും. അങ്ങനെ കടഞ്ഞ് 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 അവസാനം ഈ മഹാമന്ദര പർവ്വതം ഇങ്ങനെ കറങ്ങി കറങ്ങി അതിൽ നിന്ന് അമൃത് വരും. അമൃത് മാത്രമാണ് വരുന്നത്, അല്ലല്ല, നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. രത്നങ്ങൾ വരുന്നുണ്ട്, മറ്റേത് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഒരുപാട് കാമധേനു വരുന്നുണ്ട്, എന്തെല്ലാം സംഭവങ്ങൾ വരുന്നുണ്ട്. ഭക്തര് കാണിച്ച സംഭവം അതാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. ചൈനയില് റോബോട്ട് ഉണ്ടാക്കുന്നത് നമ്മള് ബ്രാഹ്മണന്മാര് ഇന്നും എന്തോ ചെയ്യുന്നു, ഉരലിൽ ഇടിച്ചിട്ടും അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചിട്ടും ചട്ടിയിൽ കറി വെച്ചിട്ടും ചെയ്യുമ്പോൾ, ഇന്നും ഇവിടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് അമേരിക്കയിൽ റോബോട്ട് ചായ ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കുന്നു, ചൈനയിൽ റോബോട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ നിരവധി സ്വിഗ്ഗി, ഓൺലൈന് ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുക്കുമ്പോൾ സാധനം വീട്ടുമുറ്റത്തെത്തുന്നു. ഇവിടെ ഇന്നും ബ്രാഹ്മണര്, നല്ലൊരു ശതമാനം ബ്രാഹ്മണര് പോയി കഷ്ടപ്പെട്ട് കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ബാബാ 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 പറഞ്ഞ് അരിഞ്ഞ്
വളരെ കഷ്ടപ്പെട്ട് സാമ്പാർ ഉണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, വീണ്ടും അത് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നു. എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഓരോ ബ്രാഹ്മണന് ചെയ്യുന്നു. അവിടെ ആണെങ്കിലോ ഇപ്പൊ ഒരു ചൈനക്കാരനോ അല്ലെങ്കിൽ അമേരിക്കക്കാരനോ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നു, അപ്പൊ സ്വിഗ്ഗിന്ന് ഓർഡർ സാധനം എത്തി. ഇനിയിപ്പോ എങ്ങോട്ടൊരു യാത്ര ഓലയോ ഏതിലാണോ വേണ്ടത്, കുറെ യാത്രാമാർഗങ്ങൾ, അപ്പൊ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ജസ്റ്റ് ഒന്ന് തോണ്ടുന്നു, അത് വണ്ടി വീട്ടുമുറ്റത്തെത്തി, അല്ലെങ്കിൽ മറ്റേ ഫ്ലൈറ്റ് എത്തി, അതില്ലെങ്കിൽ ഇപ്പൊ ഡ്രോൺ എത്തി. ഈ സൗകര്യങ്ങളൊന്നും നമ്മളോട് ഉപയോഗിക്കണ്ട എന്ന് ബാബ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിലെ ശുദ്ധമായ കാര്യങ്ങൾ, അത് മീഡിയം ഇന്ന് ഓരോരുത്തർ 5 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളോട് ആ ലെവലിലേക്ക് പോകാൻ പറയണില്ല. ഇന്ന് ഓരോരുത്തർ കോടികളുടെ മണിമാളികകൾ കെട്ടുമ്പോൾ നമ്മളോട് ആ ലെവലിലേക്ക് പോകാൻ പറയണില്ല. പക്ഷെ അത് നമ്മൾക്ക് എന്നൊരു പാടാണ്. നമ്മളാണ് ഏറ്റവും വില കൂടിയ കൊട്ടാരങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തെളിവും കൊടുക്കാൻ പറ്റില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് 111 മുഴുവൻ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മുഴുവൻ സൗകര്യങ്ങൾ, അത് ആവശ്യമായ സൗകര്യങ്ങൾ, അനാവശ്യമായ സൗകര്യങ്ങളല്ല, ആവശ്യമായ സൗകര്യങ്ങൾ. വെറും ഉത്സവം തന്നെയായിരുന്നു. ഉത്സവം എന്ന് പറഞ്ഞാൽ അത് അതിഗംഭീര ഉത്സവമായിരുന്നു. അതാണ് സത്യയുഗത്തിനെ പറ്റിയിട്ട് ബാബ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സയൻസിന്റെ ഫുൾ പ്യൂർ ആയിട്ടുള്ള സംഭവം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് ഉണ്ട്, വാഹനങ്ങൾ, അത് പുഷ്പക വിമാനം, ചാർട്ടേഡ് ചെയ്തിട്ടുള്ള ലുലുവിന്റെ യൂസഫ് അലി ഉപയോഗിക്കുന്ന പോലത്തെ സാധാരണ ഒരു 18 കോടിയുടെ അല്ലെങ്കിൽ 20 കോടിയുടെ വിമാനമല്ല, ഓരോ വീട്ടിലും വിമാനങ്ങൾ. അത് ലുലുവിന്റെ യൂസഫ് അലി അല്ലെങ്കിൽ നയൻതാര ഉപയോഗിക്കുന്ന സ്വന്തം വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പോകണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് പെർമിഷൻ ആവശ്യമാണ്. ആരുടെ? ഒന്ന് എയർപോർട്ട് അതോറിറ്റിയുടെ പെർമിഷൻ ആവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ, കാലാവസ്ഥാ നിരീക്ഷകരുടെ കുറെ പെർമിഷൻ ആവശ്യമാണ്. അതുകൂടാതെ കോടിക്കണക്കിന് രൂപ അവർക്ക് ചെലവാണ്. എന്നാൽ സത്യത്തിലോ അവിടെ വിമാനം ഉണ്ടാവും. ഇവിടുന്നൊന്ന് ടൂറിസം ചെയ്യണം, അവിടുന്ന് യാത്ര ചെയ്യണം, അവിടെ എയർപോർട്ട് കൺട്രോൾ അതോറിറ്റിയുടെയോ കാലാവസ്ഥാ നിരീക്ഷകരുടെയോ അതല്ലെങ്കിൽ പോലീസിന്റെയോ വക്കീലിന്റെയോ കോടതിയുടെയോ ഒരു പെർമിഷന്റെ ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. നല്ലവണ്ണം ചിന്തിക്കണം. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് സഹിക്കണ്ടേ, കുറച്ച് ഉൾക്കൊള്ളണ്ടേ, ഉരച്ചു നോക്കിയിട്ട് മനസ്സിലാക്കണ്ടേ. അതാണ് പറഞ്ഞത്, പാലാഴി മദനം കടഞ്ഞ് ബ്രഹ്മ വിഷ്ണു ശങ്കർപുരിയെ പറ്റി മനസ്സിലാക്കി യഥാർത്ഥത്തിലുള്ള ബാബയെ കോടിയിലും ചിലർക്ക് മാത്രമേ മനസ്സിലാവൂ. അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം മനസ്സിലാക്കുക. ബാബ പറഞ്ഞ നിയമങ്ങൾ അമൃതവേള മുതൽ വൈകുന്നേരം ഉറങ്ങുന്നവരെ എത്രത്തോളം ഓർമ്മിക്കാൻ പറ്റും അത്രത്തോളം ഓർമ്മിക്കുക. ട്രാഫിക് കൺട്രോള്, മറ്റുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങളിൽ PBK ആയാലും മറ്റുള്ളവരാണെങ്കിലും പറയുന്നുണ്ട്. അത് വേറെ ധർമ്മത്തിലുള്ള സംഭവമാണ്. ഓക്കെ, അത് അംഗീകരിച്ചോ, അംഗീകരിക്കാതിരിക്കുക, എന്ത് വേണേലും ചെയ്തോ, നോ പ്രോബ്ലം. അതും നമ്മൾ കേൾക്കണം. PBKന്റെ കാര്യങ്ങൾ കേൾക്കണം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹിയർ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. ഇനിയിപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ലൗകികത്തിലുള്ള എന്തെല്ലാം തോന്നിവാസങ്ങൾ കേൾക്കണം. അതിനേക്കാളും നല്ലതല്ലേ കുറച്ചൊക്കെ അവിടെ പോയിട്ട് കേൾക്കണം. അവിടെ പോണ്ട, ഓൺലൈനിൽ കേൾക്കാലോ. ബാബ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും പല രീതിയിലുള്ള പല രൂപങ്ങൾ ഇന്ന് ഇവിടെ വളരെ പ്രത്യക്ഷമാണ്. അമ്പലങ്ങളിൽ പോവാലോ, എന്താ പോയാൽ കുഴപ്പം? ഉത്സവങ്ങളിൽ പങ്കെടുക്കാലോ, എന്താ പങ്കെടുത്താൽ കുഴപ്പം? പങ്കെടുക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ.
വരവുകൾ, ഘോഷയാത്രകൾ, വെടിക്കെട്ടുകൾ, കാര്യങ്ങൾ കാണൂ. അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കും. ചിന്തിക്കൂ. ഞാൻ ഒരു കൊടുങ്ങല്ലൂര് ഭരണി, ഇത്രയും ഭക്തജനങ്ങൾ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശ്രീകൃഷ്ണ ജയന്തി, ഭക്തജനങ്ങളുടെ ആറാട്ട്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സരസ്വതി പൂജ, അതായത് വിദ്യാരംഭം, ഒരു ദിവസം അവധി. അവിടുത്തെ ഓരോരോ വിഷ്ണു അല്ലെങ്കിൽ ലക്ഷ്മി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ സരസ്വതി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വിദ്യാരംഭം, അവിടെ എന്താണ് സംഭവിക്കുന്നത്? നന്നായി കടഞ്ഞെടുക്കേണ്ട സംഭവമാണ്. ബാബ പറഞ്ഞ സൂക്ഷ്മോദനത്തിന്റെ വിട്ടുമേലേക്ക് കയറുമെന്ന് പറഞ്ഞത്. സൂക്ഷ്മോദനം വിട്ടുമേലേക്ക് കയറുമെന്ന് പറഞ്ഞത്. അമ്മാനച്ഛന്റെ വീട്ടിൽ പോണ അത്ര രസകരമായ സംഭവമല്ല, അത്ര എളുപ്പമുള്ള സംഭവമല്ല. മനസ്സിലാക്കി ആത്മാവ് ഈ ശരീരത്തിൽ സമ്പൂർണമായിട്ട് എല്ലാ അറിവും നേടിയിട്ടെന്നല്ല, 0 ആയിട്ട് ഒരറിവും ഭഗവാന്റെ അറിവിനോളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോകേണ്ട സംഭവമാണ്. ബാബ 7 ദിവസത്തെ ക്ലാസ്സേ തരുന്നുള്ളൂ. അത് ആദിയിൽ 7 ദിവസം കൊണ്ട് കൊടുത്ത സംഭവമല്ല. ആദിയിൽ അത് മാസങ്ങൾ എടുക്കുമായിരുന്നു ഓരോ കുട്ടികൾക്കും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ. എന്നിട്ട് മനസ്സിലാക്കിയവരാരും തന്നെ ബ്രഹ്മബാബയെ പോലെയോ മമ്മയെ പോലെയോ സമ്പൂർണ്ണമായിട്ട് മുന്നേ പോയിട്ടില്ല. മമ്മ വരുന്നതിന് മുന്നേ ബാബയുടെ ക്ലാസ് കേട്ട ഒരുപാട് അമൂല്യ രത്നങ്ങൾ ഉണ്ടായിരുന്നു. അവരാരും മമ്മയ്ക്ക് മുന്നേ സമ്പൂർണ്ണമായി പോയിട്ടില്ല. ബാബയ്ക്ക് ശേഷം ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പിന്നീട് അതേ സമയത്ത് വന്നവരാരും ബാബ ശരീരം വിട്ട് കുറച്ച് സമയം കൊണ്ട്, 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ സമ്പൂർണ്ണമായിട്ടില്ല. ബാബ കൂടെ തന്നെ പരിപാലിച്ചു കൊണ്ടുവന്ന കുൽസാർദാദി ശിവബാബ വന്ന് എന്ന് പറയപ്പെടുന്നു. ശിവബാബയാണോ അതിൽ വന്നത്, ബ്രഹ്മബാബ മാത്രമാണോ അതിൽ വന്നത് എന്ന് ഒന്നുകൂടെ ചിന്തിക്കണം. നന്നായി ചിന്തിക്കണം. PBK പറയുന്നത് ശിവബാബയ്ക്ക് കന്യകയിൽ പ്രവേശനം ഇല്ല. കുൽസാർദാദി കന്യകയാണ്. അതിൽ വന്നിരുന്നത് ബ്രഹ്മബാബയാണോ ശിവബാബയാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിലല്ലേ എനിക്ക് ഓക്കെ അതങ്ങനെയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ അവര് സമർത്ഥിക്കുന്നുണ്ട് അതിൽ വന്നിട്ടുള്ളത് ബ്രഹ്മാവാണ്. അതായത് അവ്യക്ത മുരളി മുഴുവൻ വായിച്ചിട്ടുള്ള ബ്രഹ്മാവാണ്. എന്തോ ആവട്ടെ, എനിക്കറിയില്ല. അത് അറിയാത്ത വിഷയത്തെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ചർച്ച ചെയ്തിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. പക്ഷെ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ഒരു വർഷങ്ങളോളം അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീരേന്ദ്ര ബാബ എന്ന് പറഞ്ഞ ഈ PBKയുടെ ഉത്തമനായ തലപ്പത്തുള്ള ബാബ, അതിലാണ് ശിവബാബ വന്നതെന്നും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നന്നായി ചിന്തിക്കും. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ അദ്ദേഹത്തെ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തോട് കോടതി മുമ്പാകെ വരാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ആളുണ്ടോ ഇല്ലേ എന്ന് ആ സംഘടനയ്ക്ക് തന്നെ അറിയില്ല. കുറെ കാലം ഒളിവിലൊക്കെ പോയി പ്രശ്നങ്ങളായി, ഏതാ അറിയില്ല. ബൈ നന്നായി ചിന്തിക്കണം. പാലാഴി മതനം ഒരുമിച്ചിരുന്ന് കടയാനൊന്നും പറ്റില്ല. ദേവന്മാരിങ്ങനെ കടയണം. ഒരു കൂട്ടം ദേവന്മാർ ആ കയറ് പിടിച്ച് വലിക്കുക, ഒരു കൂട്ടം രാവണന്മാർ അപ്പുറത്തെ കയറ് പിടിച്ച് വലിക്കുക. ഇത് കിടന്നിങ്ങനെ കറങ്ങി അവസാനം അമൃത് വരും. ആ മൃത്യുവിനെ ഇല്ലാതാക്കുന്നു. അത് സപ്ലൈ ചെയ്യാൻ മോഹിനി രൂപം വരും. എന്നിട്ട് അത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു അസുരൻ കയറി അമൃത് കുറച്ച് കുടിക്കാൻ നോക്കിയതും മോഹിനി വിഷ്ണു രൂപത്തിൽ സുദർശന ചക്രം കൊണ്ട് തലയർത്തതുമായിട്ടുള്ള കഥയൊക്കെ നമ്മുടെ ഭക്തിയിൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിയാലിറ്റി ഇവിടെ നടക്കും. സംഭവം ഈ അമൃത് കുടിക്കാൻ വേണ്ടിയിട്ട് ഏതോ രാവണൻ നോക്കുന്നുണ്ട്.
സംഭവം കാര്യം മനസ്സിലായിരുന്നു. അതിന് അവസാനം കിട്ടുന്ന അമൃത് ഉണ്ടല്ലോ, ഏത് അമൃത്? സത്യത്തിലേക്ക് പോകാനുള്ള അമൃത്. അവിടെ എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സത്യത്തിലേക്ക് പോവുക? എന്താണ് സംഭവിക്കുന്നത്? അമൃത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുടത്തിൽ വന്നിട്ടുള്ള വെണ്ണ പോലത്തെ ഒരു സംഭവം അല്ല എന്നുള്ളത് PKS അറിയാം. അപ്പൊ എന്താണത്, ഏതാണത് എന്ന് നന്നായി ചിന്തിക്കണം. ട്രിപ്പിൾ ഓം ശാന്തി. ദിവ്യബുദ്ധി ഇങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ ഓരോരുത്തരുടെ. അത് ഏത് രീതിയിലായാലും ഞാനും അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമത്തിൽ